ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള വൺ ഫ്രാക്ഷൻ മെനി ഫോംസ് എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളം വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് മീഡിയമാണ് നോക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്. ഫ്രാക്ഷൻ എന്താണെന്ന് കൂട്ടുകാർ 5ാം ക്ലാസ്സിൽ ജസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫ്രാക്ഷന് പല ഫോംസിൽ എങ്ങനെയാണെന്നാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. വി ഹാവ് സീൻ ഇൻ ക്ലാസ് 5 ഹൗ പാർട്സ് ഓഫ് എ മെഷർ ക്യാൻ ബി റിട്ടൺ ആസ് ഫ്രാക്ഷൻ. അപ്പോൾ അളവുകളെ എങ്ങനെയാണ് ഇങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതുന്നത് എന്നത് നമ്മൾ 5ാം ക്ലാസ്സിൽ ജസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതൊരു സർക്കിൾ ആണെന്ന് വെക്കുക. ഓക്കെ, ഇതിനെന്താണ് നമ്മൾ പറയുക? ഇതിനെ 1 എന്ന് പറയല്ലേ, ഒരു സർക്കിളാണ്. ഇനി നമ്മളിതിൻ്റെ സെൻറ്ററിലൂടെ ഒരു വര വരക്കുകയാണ്. അപ്പോൾ ഈ സർക്കിളിനെ എന്ത് ചെയ്തു? 2 പാർട്സ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഒരു സർക്കിളിനെ നമ്മൾ 2 പാർട്സ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അഥവാ ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നു? ഈ സർക്കിളിൻ്റെ 1/2 അഥവാ ഹാഫ് ആണല്ലേ, 1/2 എന്ന് നമ്മൾ പറയും. ഇതും 1/2 ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് രണ്ടും എന്താണ്? 1/2 ആണ്. ഇനി ഇവിടെ മീറ്റർ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഈ മീറ്ററിനെ നമ്മൾ പകുതി വെച്ചിട്ട് ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതും 1/2 മീറ്റർ ആവും, ഇതും 1/2 മീറ്റർ ആവും എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കൂ, ഈ സർക്കിളിനെ നമ്മൾ 1/2 എന്നാണ് ആദ്യം ആക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ സർക്കിളിനെ നമ്മൾ 1/2 എന്നാക്കിയിട്ട് മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും ഒന്ന് ഹാഫ് ആക്കുകയാണ്. അപ്പോൾ എന്താക്കി? ഇത് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഭാഗമാണ്. എത്ര പാർട്സിൻ്റെ? 4 പാർട്സിൻ്റെയാണ്. അപ്പോൾ 1/4 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം 1/4 ആണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ മീറ്ററിലും കാണിച്ചിട്ടുണ്ട്. ഒരു മീറ്ററിനെ 4 പാർട്സ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ 1/4 മീറ്റർ എന്ന് ഡിനോട്ട് ചെയ്യും. 1/4 എന്ന് പറയും. ദെൻ നെക്സ്റ്റ് താഴെ പറയുന്നുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഒരു സർക്കിൾ എടുത്തു, ഇതിനെ എന്ത് ചെയ്തു? 4 ഭാഗങ്ങളാക്കി മാറ്റി. ഇനി ഈ 4 ഭാഗങ്ങളിലെ ഈ 3 ഭാഗവും നമ്മൾ ഒരേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഇതെല്ലാം ഇറേസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒരു ഭാഗമാക്കി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഭാഗമാണെന്നാണ് പറയുക? ഇത് 1, 2, 3 ഭാഗമാണ്. എത്രയിൽ? 4 ഭാഗത്തിൽ 3. അപ്പോൾ എന്താ പറയുക? 3/4 എന്ന് പറയും. 3/4. അങ്ങനെയാണെങ്കിൽ ഇതിനെ 1/4 എന്നും പറയും, ഈ ഭാഗത്തെ 3/4 എന്നും പറയും. മനസ്സിലായില്ലേ? ഇതാണ് 1/4ഉം 3/4ഉം. മീറ്റർ പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇതെന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇത് ഓരോന്നും 1, 2, 3, 4 ഭാഗങ്ങളായിട്ട് 4 പാർട്സ് ആക്കി ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തു. ഇനി ഇത് 3ഉം കൂടെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇതിനെ 3/4 എന്നും ഇതിനെ 1/4 എന്നും പറയും. Then next one, we have also seen that fraction in different forms can be the same measure. For example, 2/4 and 1/2 give the same parts. ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സിലുണ്ടെന്ന് മനസ്സിലായി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുകയാണ്, ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ്? 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് 2/4 ആണ്. അത് മാത്രമല്ല ഇത് 2 ഭാഗങ്ങളാണെങ്കിൽ ഇത് 1/2 ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? 2/4ഉം 1/2ഉം ഈക്വൽ ആണ് അല്ലേ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് 2/4 ആണ്, ഇത് 1/2 ആണ്. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള മെഷർമെൻറ്റും ഉണ്ട് എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുതന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് 2/4 ആണ്, ഇതെന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമ്മൾ ആക്കുന്ന പാർട്സിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിൽ ചേഞ്ചസ് വരുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. ദെൻ സിമിലർലി വി ഹാവ് സീൻ 3/6 ഈസ് ഓൾസോ 1/2. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സർക്കിളിനെ 1, 2, 3, 4, 5, 6 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? ഇത് മൊത്തം എന്ന് പറയുന്നത് 6ൽ 3 ഭാഗമാണല്ലോ, അഥവാ 3/6 ആണ്. ഇനി ഇതിനെ നമ്മൾ പറയുന്ന മറ്റൊന്നാണ് 1/2 എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നോക്കിയ 2/4 എന്നും പറയും. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ അതേ കറക്റ്റായിട്ടാണ് ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത്.
പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ്, ഒരെണ്ണത്തിനെ നമ്മൾ 6 ഭാഗങ്ങളാക്കി 1 2 3 4 5 6 ഭാഗങ്ങളാക്കും. അതിലെ 3 ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 3/6 എന്ന് പറയും. അതുപോലെ തന്നെ 2 ഭാഗങ്ങളാക്കിയിട്ട് അതിന് ഹാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 എന്നും പറയും. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും എന്താണ്, സെയിം ആണ്, അഥവാ ഈക്വൽ ആണ്. thus we have, അപ്പോൾ നമ്മൾ എന്താണ് എത്തിച്ചേർന്നത് ഇവിടെ, അതായത് 1/2 എന്ന് പറയുന്നതും 2/4 എന്ന് പറയുന്നതും 3/6 എന്ന് പറയുന്നതും എന്താണ്, ഈക്വലാണ്. നമ്മൾ ഇതേവരെ പഠിച്ച കാര്യമാണ്, ഇതെല്ലാം ഈക്വലാണ്. ഹൗ ഡു വി ഗെറ്റ് ഫോംസ് ഫ്രം 1/2? എന്താണ് 1/2 എന്നുള്ള ഫോംസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അതിൻ്റെ ഹാഫ് ആകുമ്പോഴാണ് അല്ലേ. എങ്ങനെയാണ്, ഹാഫ് ആകുമ്പോൾ നമുക്ക് കിട്ടും. അഥവാ ഇഫ് എൻ ഒബ്ജക്റ്റ് ഓർ എ മെഷർമെൻറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ് ഈച്ച് ഈസ് 1/2 ഓഫ് ദ ഹോൾ. അഥവാ ഇവിടെ എന്താണ്, ഇതിൻ്റെ പകുതി എടുക്കുമ്പോൾ ഇതെന്താണ്, ഹോൾ പാർട്ടിൻ്റെ ഹാഫ് ആക്കുമ്പോൾ 1/2 ആയിട്ട് മാറും. Then what if each of these 2 equal parts is again split into 2 equal parts? ഇനി ഇതിനെന്ത് ചെയ്യാണ്, നമ്മൾ വീണ്ടും ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ ഈ 2 ഈക്വൽ പാർട്സിനെ നമ്മൾ പറയുന്നത് 2/4 എന്നാണ്. Then 2 into 2 equal to 4 equal parts in all. To get 1/2 of the whole we must take 2 of these. എന്താണ്, നമ്മൾ ഒരു ഭാഗത്തിൻ്റെ പകുതി ഭാഗം എടുക്കുമ്പോൾ 1/2ഉം അതിൻ്റെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ 2 പാർട്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2/4 എന്നുള്ളതാണ്. അത് രണ്ടും ഈക്വൽ ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഇഫ് ഈച്ച് ഓഫ് 2 ഈക്വൽ പാർട്സ് ഓഫ് സ്പ്ലിറ്റ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്? ഇനി 2 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റുകയാണ്. അഥവാ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 1 ഈക്വൽ പാർട്ടാക്കി, ഇതിനെ നമ്മൾ വീണ്ടും 2 ഈക്വൽ പാർട്ടാക്കി. ഇനി നമ്മൾ ഇതിനെന്താ ചെയ്യുന്നത്, 3 ഈക്വൽ പാർട്ടാക്കിയിട്ട് മാറ്റുകയാണ്. ഇത് ഈക്വൽ അല്ല, ജസ്റ്റ് ഈക്വൽ പാർട്ടാക്കിയിട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3/6 എന്ന് കിട്ടും. കാരണം ഇവിടെ 3 ഈക്വൽ പാർട്സ് ഉണ്ടെങ്കിൽ താഴെയും ഈക്വൽ പാർട്സ് 3 ഉണ്ടായിരിക്കും. അപ്പോൾ 3 + 3 6 ആയിട്ട് മാറും. ടു ഗെറ്റ് 1/2 ഓഫ് ദ ഹോൾ വി മസ്റ്റ് ടേക്ക് ഓഫ് 3 ഓഫ് ദീസ്. അഥവാ 1/2 എന്നതിൻ്റെ 1ൽ നിന്നാണ് നമ്മൾ 2ഉം 3ഉം ഒക്കെ ഡിവൈഡ് ചെയ്യുന്നത്. 1/2 ഈക്വൽ ടു 3/6 ആയിട്ട് വരും. വി ക്യാൻ കണ്ടിന്യൂ ലൈക്ക് ദിസ് ആസ് മെനി ടൈംസ് ആസ് വി വാണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിങ്ങനെ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ഡിവൈഡഡ് ഓഫ് ഈച്ച് 2 ഈക്വൽ പാർട്സ് ഇൻറ്റു 50 ഈക്വൽ പാർട്സ്. 50 into 2 equal to 100 ഈക്വൽ പാർട്സ് നമുക്ക് കിട്ടും. അഥവാ അവിടെ എന്താ പറയുന്നത്, ഇവിടെ നമ്മളൊരു സർക്കിളാണ്, ആ സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹാഫ് ആക്കിയിട്ട് 1/2 ആക്കി മാറ്റി. ഇനി 1/2ലെ 1നെ നമ്മൾ എന്ത് ചെയ്യാണ്, 50 ഈക്വൽ പാർട്സ് ഇങ്ങനെ ആക്കി മാറ്റുകയാണ്. 50 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 50 എന്ന് കിട്ടും. ഇവിടെ താഴെയും കിട്ടില്ലേ, 50 എന്ന് കിട്ടും. അഥവാ 50 + 50 എന്ന് പറയുന്നത് 100 എന്ന് നമുക്ക് കിട്ടും. അഥവാ 50 into 2 equal to 100 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്താ പറയുക, ഈ പാർട്സിനെ നമ്മൾ 50 / 100 എന്ന് പറയും അല്ലേ. അത് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, 1/2ന് ഈക്വലാണ്. വാട്ട് അനദർ ഫോം ഓഫ് 1/2 വി ഡു വി ഗെറ്റ് ഫ്രം ദിസ്? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്, 50 ഇൻ ദ ഫ്രാക്ഷൻ 50 / 100. ദ ലോവർ number 100 shows the number of equal parts we have divided the whole into, and the upper number 50 shows how many of these equal parts we take. നമ്മൾ പറഞ്ഞ കാര്യമാണ്, മേലുള്ളത് 50 ഈക്വൽ പാർട്സ് ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ താഴെയുള്ള 100 ഈക്വൽ ആയിട്ട് വരും. ദെൻ 50 ഈസ് കോൾഡ് ദ ന്യൂമറേറ്റർ ആൻഡ് 100 ഈസ് കോൾഡ് ദ ഡിനോമിനേറ്റർ ഓഫ് ദിസ് ഫ്രാക്ഷൻ. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, 50 / 100 എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ 50 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ്, ഓക്കെ, ന്യൂമറേറ്റർ. ദെൻ 100 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്. ഇതിനെ പറയുന്ന പേരുകളാണ്, എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. മേലെയുള്ളത് എപ്പോഴും ന്യൂമറേറ്ററും താഴെയുള്ളത് ഡിനോമിനേറ്ററും ആയിരിക്കും, ഡിനോമിനേറ്റർ. ദെൻ നൗ ലുക്ക് അറ്റ് ദ മെനി ഫോംസ് ഓഫ് 1/2. അപ്പോൾ 1/2ൻ്റെ മെനി ഫോംസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്ന് 1/2 വരും, അതിനുശേഷം വരുന്നത് 2/4, 3/6, നെക്സ്റ്റ് 4/8 എന്നിങ്ങനെ വരും. ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാൻ. 1/2 എങ്ങനെയാണ് 2/4 ആയിട്ട് മാറുന്നത്? അഥവാ മേലെയുള്ളത് കറക്റ്റായിട്ടുള്ള നമ്പേഴ്സ് വരും. 1 കഴിഞ്ഞാൽ 2 വരും. ഇനി ഈ 2നെ എന്ത് ചെയ്യും, 2 കഴിഞ്ഞാൽ 2 into 2 = 4 ആയിട്ട് വരും. ഓക്കെ, ഇനി ഈ 2നെ എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താഴെയുള്ളതും മേലെയുള്ളതും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് വണ്ണായിട്ട് വരുന്നത് ഈ 4ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 4 into 2 = 6 കിട്ടും. ഇനി അടുത്തതായിട്ട് വരുന്നത്
ഏതാണ് 1 ഉം 2 കഴിഞ്ഞാൽ 3 ആയിട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 4/8 വരും. അത് കഴിഞ്ഞാൽ 5/10 വരും. അങ്ങനെയാണ് ഇത് വരുന്നത്. താഴെയുള്ളത് എപ്പോഴും ഏതാണോ നമ്പർ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. In all these, the numerator 2, 4, 6, 8 are multiplies of 2 and the numerator 1, 2, 3 the numbers by which 2 is multiplied. മറ്റേതെന്ന് പറയുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. Next let's look at 1/3. We have seen the 1/3 and 1/6 gave the same part. അപ്പോൾ 1/3ഉം 1/6ഉം സെയിം പാർട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് ഇവിടെ തന്നിട്ടുണ്ട് എങ്ങനെയാണതെന്നുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ 1, 2, 3, 4, 5, 6 പാർട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇതിലെ ഈ 2 പാർട്സിനെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ 2 പാർട്സിനെ എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഇത് 2 പാർട്സ് ആണ്. ആകെ എത്രയാണ്? 6 പാർട്സ് ആണുള്ളത്. അപ്പോൾ 2/6 ആയിട്ട് മാറും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് 3 പാർട്സ് ആക്കുകയാണ്. 6 ആക്കുന്നില്ല എന്ന് വെക്കുക. അപ്പോൾ ഇതൊരു പാർട്ട് വരും. ഇത് എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ട്, ഇത് എന്ന് പറയുന്നത് മൂന്നാമത്തെ പാർട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിനെ നമ്മൾ എന്താ പറയുക? 1/3 എന്ന് പറയും. അപ്പോൾ 1/3ഉം 2/6 എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആണ്. അതന്നെയാണ് ഇവിടെ മീറ്ററിൽ കൊടുത്തിട്ടുള്ളത്. 6 പാർട്ടാക്കി 6 പാർട്ടിൽ നിന്നും 2 പാർട്സ് എടുത്ത് എന്നിട്ട് 1/6ഉം അതുപോലെ തന്നെ 3 പാർട്സ് ആക്കിയിട്ട് 1/3ഉം എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇൻ വാട്ട് അതേഴ്സ് വേ ക്യാൻ വി റൈറ്റ് 1/3? ഇനി എങ്ങനെയാണ് വേറെ വേയിൽ നമുക്ക് 1/3 എഴുതാൻ വേണ്ടി പറ്റുക? വാട്ട് ഇഫ് ദ സ്പ്ലിറ്റ് എ സർക്കിൾ ഇൻറ്റു 9 ഈക്വൽ പാർട്സ്, ഹൗ മെനി പാർട്സ് ഷുഡ് വി ടേക്ക് ടു ഗെറ്റ് 1/3 ഓഫ് ദ ഹോൾ? അടുത്തതായിട്ട് നമ്മൾ എന്താണ്? സർക്കിളിനെ 9 ഈക്വൽ പാർട്സ് ആണ് ആക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്തെടുക്കണം? 3 പാർട്സ് നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ 3/9 ആയിട്ട് വരും. അപ്പോൾ ഈ 3/9 എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ കണ്ട ഈ പാർട്ട് എന്ന് പറയുന്നത് 1/3 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിന് ഈക്വൽ ആണ്. അപ്പോൾ 1/3 ഈക്വൽ ടു 3/9 എന്ന് നമുക്ക് പറയാം. In the same manner, if we divide 1 meter into 9 equal parts and take 3 of them, we get 1/3 meter. അപ്പോൾ മീറ്ററിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 9 ഈക്വൽ പാർട്സ് ആക്കുക, എന്നിട്ട് 3 പാർട്സ് എടുക്കുക, എന്നിട്ട് അതിനെ 3/9 ആക്കി മാറ്റുക. ഇനി അതുപോലെ തന്നെ 3/9 എന്ന് പറയുന്നത് 1/3ക്ക് ഈക്വൽ ആണ്. നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വി ക്യാൻ കണ്ടിന്യൂ ദിസ് ഓൾസോ ആൻഡ് ഇൻ ദ കേസ് ഓഫ് 1/2. അപ്പോൾ 1/2ൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ 1/3 പറഞ്ഞ പോലെ തന്നെ ഇതിനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഓർ എ മെഷർമെൻറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ് ഈച്ച് ഈസ് 1/3 ഓഫ് ദ ഹോൾ. അപ്പോൾ നമ്മളൊരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ഒബ്ജക്റ്റിനെ 3 പാർട്സ് ആക്കി മാറ്റുകയാണെങ്കിൽ, 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാർട്സ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഹോളിൻ്റെ 1/3 ആയിരിക്കും. വാട്ട് ഇഫ് ഈച്ച് ഓഫ് ദീസ് ഈക്വൽ പാർട്സ് ഈസ് ഗെറ്റിംഗ് സ്പ്ലിറ്റ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്? ഇനി അതിനെ 2 ഈക്വൽ പാർട്സ് വീണ്ടും ആക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ എന്തായി? 2 × 3 = 6 ആയിട്ട് മാറി. അപ്പോൾ ടോട്ടൽ 6 പാർട്സ് ആയിട്ട് മാറും. അതിലെ എന്തെടുക്കണം? നമ്മൾ 2 പാർട്സ് എടുത്തു കഴിഞ്ഞാൽ 2/6 ആയിട്ട് മാറും. അപ്പോൾ 2/6 എന്ന് പറയുന്നത് 1/3ക്ക് ഈക്വൽ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. വാട്ട് ഇഫ് ഈച്ച് ഓഫ് ദ 3 ഈക്വൽ പാർട്സ് ഈസ് സ്പ്ലിറ്റ് അഗെയിൻ ഇൻറ്റു 3 ഈക്വൽ പാർട്സ്? എന്നിട്ട് അതിനെന്ത് ചെയ്യാണ്? ആ 3 ഈക്വൽ പാർട്സിനെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് 3 ഈക്വൽ പാർട്സ് ആയിട്ട്. അപ്പോൾ എന്തായിട്ട് മാറും? 3 × 3 = 9 ആയിട്ട് മാറും. To get 1/3 of the whole, we must take off 3 of these. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? 3 പാർട്സ് ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ 1/3 എന്ന് പറയുന്നത് 3/9 ഈക്വൽ ആയിട്ട് വരും. Then what if we divide each of 3 equal parts into 25 equal parts? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ 25 ഈക്വൽ പാർട്സ് ആക്കുകയാണെങ്കിലും ഹൗ മെനി പാർട്സ് ഇൻ ഓൾ? ആകെ എത്ര പാർട്സ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 25 എടുക്കുകയാണെങ്കിൽ എത്ര പാർട്സ് ഉണ്ടായിരിക്കും അതിൽ? താഴെ 25 50 പാർട്സ് ആയിട്ട് വരും അല്ലേ. ഹൗ മെനി ഓഫ് ദം ഷുഡ് ബി ടേക്ക് ടു ഗെറ്റ് 1/3 ഓഫ് ദ ഓൾ പാർട്സ്? അപ്പോൾ അതിനെ 1/3 ആക്കണമെങ്കിൽ എത്ര പാർട്സ് എടുക്കണം? അതുപോലെ വാട്ട് അനദർ ഫോം ഓഫ് 1/3 ഡു വി ഗെറ്റ് ഫ്രം ദിസ്? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 1/3 വരുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് 1/3 വരും, പിന്നെ അനദർ ഫോം ആയിട്ട് വരുന്നത് 2/6 ആണ്, പിന്നെ 3/9 ആയിട്ട് വരും, പിന്നെ 4/12 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5 വരും. 5 എന്ന് കഴിഞ്ഞാൽ അടുത്തത് 15 വരും. അപ്പോൾ 3, 6, 9, 12, 15 ഇതൊക്കെ എന്താണ്?
3യുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇൻ ഓൾ ദീസ് ദ ഡിനോമിനേറ്റേഴ്സ് 3, 6, 9, 12 ആർ മൾട്ടിപ്ലൈസ് ഓഫ് 3. ഇതിലെന്താണ് 3, 6, 9, 12, 15 ഇതൊക്കെ എന്താണ് മൾട്ടിപ്ലൈസ് ഓഫ് 3 ആണ് അല്ലേ. ആൻഡ് ദ ന്യൂമറേറ്റേഴ്സ് 1, 2, 3, 4 ആർ ദ നമ്പേഴ്സ് ബൈ വിച്ച് 3 ഇറ്റ്സ് മൾട്ടിപ്ലൈഡ്. മറ്റെന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അഥവാ 1 × 3 = 3 ആണ്, 2 × 3 = 6 ആണ്, 3 × 3 = 9 ആണ്. അപ്പം അങ്ങനെയാണ് അത് വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നോക്കാനുള്ളത്. ഓക്കെ, ഫൈൻഡ് ദ ഫ്രാക്ഷൻ സ്പെസിഫൈഡ് ബിലോ. താഴെ പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ്റെ ഓരോന്ന് നമുക്ക് നോക്കണം. ഫസ്റ്റ് വൺ, ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 25. എന്താണ് 1/2ൻ്റെ ഡിനോമിനേറ്റർ 24 ആയിട്ട് വരുന്നത് ഏത് ഫോമിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 1/2 എന്നുള്ളതാണ് അല്ലേ. 1/2 എന്ന് പറയുന്നതിന് ഡിനോമിനേറ്റർ ആണ് 24 വരേണ്ടത്, ഡിനോമിനേറ്റർ താഴെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് ഈസി ആണ്. 24നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും, 1 കിട്ടി. 2 4ൽ എത്ര പ്രാവശ്യം വരും, 2 പ്രാവശ്യം വരും. അപ്പോൾ എത്രയാണ് 12 എന്ന് കിട്ടി അല്ലേ. ഇനി ഈ കിട്ടിയ 12നെ നമ്മൾ ഈ 1 കൊണ്ട് ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 1 × 12 എന്ന് പറയുന്നത് 12 തന്നെയാണ്. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് 12 / 24 എന്ന് വരുന്നതാണ്. നെക്സ്റ്റ് വൺ, ദ ഫോം ഓഫ് 1/2 വിത്ത് ന്യൂമറേറ്റർ 24 ആണ് വരുന്നത്. ന്യൂമറേറ്റർ ആണ് വരുന്നത്, നേരത്തെ നമ്മൾ നോക്കിയത് ഡിനോമിനേറ്റർ ആയിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് നമുക്ക് എഴുതാം 1/2ൻ്റെ എന്ത് എഴുതണം, ന്യൂമറേറ്റർ 24 ആയിട്ടാണ് എഴുതേണ്ടത്. ന്യൂമറേറ്റർ മേലെയാണ് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ഡിനോമിനേറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, നമുക്കൊന്നും ചെയ്യേണ്ട, ഈ 24നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അഥവാ 24 × 2 എത്രയാണ് 8, 2 × 2 4, അപ്പോൾ 48 എന്ന് വരും. 48 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഫോം ഓഫ് 1/3 വിത്ത് ഡിനോമിനേറ്റർ 24 ഡിനോമിനേറ്റർ ആയിട്ടുള്ളതാണ് അടുത്തത് വരേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം 1/3 എവിടെയാണ് ഡിനോമിനേറ്റർ എഴുതേണ്ടത്, താഴെയാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്ര കിട്ടും, 24 എന്ന് പറയുന്നത് 8 ആണല്ലേ. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. 8നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 8 തന്നെ കിട്ടും. അപ്പോൾ 8 / 24 ആയിട്ട് വരും. ഇനി അടുത്തത് എഴുതാം. അടുത്തതെന്ന് പറയുന്നത് ദ ഫോം ഓഫ് 1/3 വിത്ത് ന്യൂമറേറ്റർ 24 ആണ്. ന്യൂമറേറ്റർ ആണ് 24 ആയിട്ട് വരേണ്ടത്. അപ്പോൾ 1/3 = ന്യൂമറേറ്റർ എത്ര എഴുതണം, 24 എന്ന് എഴുതണം. അപ്പോൾ ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 24 × 3 ചെയ്യുക, എത്ര കിട്ടും, 2 then 7 72 എന്ന് കിട്ടും അല്ലേ. 72 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഫോം ഓഫ് 1/3 വിത്ത് ന്യൂമറേറ്റർ 100 ന്യൂമറേറ്റർ വരുന്നതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എഴുതി കൊടുക്കാം. 1/4ൻ്റെ എന്താണ് ന്യൂമറേറ്റർ ആണ് 100 എന്ന് പറയുന്നത്. ഡിനോമിനേറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, ഈ 100നെ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 100 × 4 എന്ന് പറയുന്നത് 400 ആണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ വരുന്നത് 400 എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്ന് റൈറ്റ് ദ 3 ഫോംസ് ഓഫ് 1/3 1/4ൻ്റെ 3 ഫോംസ് ആണ് എഴുതേണ്ടത്. ആദ്യം നമുക്ക് എഴുതാം 1/4 എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് എത്രയായിരിക്കും, 2 ആണ്. 4ൻ്റെ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 2/8 എന്ന് വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3/8 കഴിഞ്ഞാൽ 12 ആണ്, 3/12. ദെൻ 4/16 എന്ന് വരും. ഇതാണ് 3 ഫോംസ് എന്ന് പറയുന്നത്, 3 ഫോംസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റും കൊടുത്തിട്ടുള്ളത് ഫോർ ഈച്ച് ഓഫ് ദ പെയേഴ്സ് ഓഫ് ഫ്രാക്ഷൻസ് ബിലോ ഫൈൻഡ് 3 ഫോംസ് വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ സെയിം ആയി വരുന്ന അടുത്ത 3 ഫോംസ് ആണ് നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 1/2ഉം 1/3ഉമാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 2ഉം 3ഉം കൂടെ ഇൻറ്റു ചെയ്യണം. എന്നാലാണ് നമുക്ക് സെയിം ഡിനോമിനേറ്റർ വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം രണ്ടും 2 ഫോംസിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഫസ്റ്റ് വൺ ആണ് ചെയ്യുന്നത്.
2 × 3 എന്ന് പറയുന്നത് 6 അല്ലേ. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മളുടെ അടുത്ത് 3 ഫോംസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് 6 വെച്ചിട്ട് എഴുതാം, അടുത്തത് ഏത് വെച്ചിട്ട് എഴുതാം, 6 × 2 നോക്കാം. ഓക്കെ, 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. അതുപോലെ തന്നെ 12 × 2 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ ഈ 3 ഫോംസ് വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ ഓരോന്നിനെയും എഴുതേണ്ടത്. നമുക്ക് ഫസ്റ്റ് 1/2 എഴുതാം. 1/2ൻ്റെ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം അല്ലേ, കാരണം ഇവിടെ ഡിനോമിനേറ്റർ 6 ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ, 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ എത്ര വരണം? 3 എന്ന് വരണം. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 12 ആണ് ഡിനോമിനേറ്റർ വരേണ്ടത്. അപ്പോൾ ന്യൂമറേറ്റർ എത്രയാണെന്ന് നോക്കണമെങ്കിൽ 12നെ നമ്മൾ എന്ത് ചെയ്യണം? 12നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ, 6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ അടുത്ത ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 6 ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ നമ്മൾ 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. ദെൻ അപ്പോൾ ഇവിടെ 8 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ 3 ഫോംസ് കിട്ടിയില്ലേ, 1/6, 6/12, ദെൻ 8/24. നെക്സ്റ്റ് നമുക്ക് 1/3 നോക്കാം. 1/3 നോക്കുമ്പോഴും ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ 6 ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 ആണല്ലേ, 2 × 3 = 6 ആണ്. അപ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ 2/6 ആണ്. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 12 വരണം. അപ്പോൾ നമ്മൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 4 ആണ്. അപ്പോൾ നമുക്ക് 4 എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 ആണ്. അപ്പോൾ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ 8/24 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിലെ നെക്സ്റ്റ് 1 നമുക്ക് നോക്കാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ഇറേസ് ചെയ്യാണ്. നെക്സ്റ്റ് 1ലേക്ക് കടക്കാം. മൂവ് ഓൺ ദ നെക്സ്റ്റ് 1. ഇതും ഇതേപോലെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1/2ഉം 1/4ഉം ആണ്. അപ്പോൾ 2ഉം 4ഉം കൂടെ ആദ്യം എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ആൻസർ ആണ്. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്പർ ഇടുന്നത്. 2 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. ദെൻ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 8 × 2 വരണം. അപ്പോൾ 16 ആണ്. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 16 × 2 വരണം, 32 ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം നമ്മളെ ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1/1 ആയിട്ട് എഴുതാം. ഫസ്റ്റ് 1/2 ആണ്. 1/2ൻ്റെ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് 8 എന്ന് പറയുന്നത് എന്ത് കിട്ടണം? ഡിനോമിനേറ്റർ ആയിട്ട് കിട്ടണം. അപ്പോൾ 8 എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? ഏതിൻ്റെയാണ് ഇതായിട്ട് വരുന്നത്? 2ൽ എത്ര പ്രാവശ്യം 8 പോകും? 4 ടൈംസ് പോകും അല്ലേ. അപ്പോൾ 4 എന്ന് അവിടെ എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് 16 ആണ്. 16ൽ എത്ര പ്രാവശ്യം 2 പോകും? 8 പ്രാവശ്യം പോകും അല്ലേ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് 32 ആണ്. 32ൽ എത്ര പ്രാവശ്യം പോകും? 16 പ്രാവശ്യം പോകും. ഓക്കെ, ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 32 ÷ 2 എന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇവിടെ 1 വരും, 12ൽ 6 ടൈംസ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ടും ചെയ്യാം. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 1/4ലാണ് നോക്കേണ്ടത്. ഫസ്റ്റ് 1/4 വരും. നെക്സ്റ്റ് 8 വരണം. അപ്പോൾ എന്ത് ചെയ്യണം? 8 ÷ 4 ചെയ്ത് നോക്കുക. എത്രയാണ്? 2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 2/8 എന്ന് വരും. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 16 ആണ്. 16 ടൈംസിൽ എത്ര പ്രാവശ്യമാണ് 4? നമുക്ക് അറിയാം 4 ടൈംസ് ആണല്ലേ. 4 × 4 ആണ് 16 എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 32 ആണ്. 32ൽ 6 ടൈംസ് ആണ് വരുന്നത് 4. അപ്പോൾ 6 ÷ 32 എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് 1ലേക്ക് നോക്കിയാലോ. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 1/3ഉം 1/4ഉം ആണ് നോക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കുക. എന്ത് ചെയ്യണം? ആദ്യം 1/3ഉം 1/4ൻ്റെയും നമ്മുടെ 3ഉം 4ഉം കൂടെ നമുക്ക് ആദ്യം ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മൂന്നാമത്തേതാണ്. 3 × 4 ചെയ്ത് നോക്കുക. 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. 12 ആണ്. ഫസ്റ്റ് ഡിനോമിനേറ്റർ കിട്ടി, 12 ആണ്. ദെൻ 12 × 2 ചെയ്ത് നോക്കുക. എത്രയാണ്? 24 ആണ്. അതുപോലെ തന്നെ 24 × 2 ചെയ്ത് നോക്കുക. 48 എന്ന് വരും. അപ്പോൾ ഇതാണ് ഡിനോമിനേറ്റേഴ്സ്. ഇനി നമുക്കിത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് 1/3 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ 12 ആവണം അല്ലേ. 12 ആവണമെങ്കിൽ എത്ര 3യിലാണ് പോകുന്നത്? 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെല്ലി നോക്കൂ. എത്രയാണ്? 4 × 3 ആണല്ലേ. അപ്പോൾ 4 × 3 ആണ്. അപ്പോൾ 4/3
12 ആയിട്ട് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 24 ആണ്. 24 വരുന്നത് 8 × 3 ആണ്. അപ്പോൾ 8/24 ആയിട്ട് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 48 ആണ്. ഇനി 48 അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, 48/3 ചെയ്ത് നോക്കുക. 4ൽ 1 ടൈം വരും. എത്രയാണ് 3 ബാലൻസ് 1. 18ൽ എത്ര പ്രാവശ്യം വരും? 6 ടൈംസ് വരും അല്ലേ. അപ്പോൾ എത്രയാണ് 16/48 എന്ന് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1/4 ആണ്. 1/4 നെക്സ്റ്റ് ഡിനോമിനേറ്റർ 12 വരണം. എത്രയാവും വരുന്നുണ്ടാവുക? 4 × 4 ആണ്. എത്ര പ്രാവശ്യം വരും 12ൽ? 3 ടൈംസ് ആണല്ലേ. 3 × 4 എന്ന് പറയുന്നതാണ് 12. നെക്സ്റ്റ് വൺ 24 എവിടെയാണ് വരുന്നത്? 6ലാണ് വരുന്നത്. 6 × 4 ആണ് 24 എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 48 ആണ്. 48 വരുന്നത് എവിടെയാണ്? 48/4 1 4 വരും. ദെൻ 8 എത്രയാണ്? 12. അപ്പോൾ എത്രയാണ് വരുന്നത്? 12 ആണല്ലേ. 12/48 ആണ് വരുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇത് കഴിഞ്ഞു. ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട്, നമുക്ക് നോക്കാം. ഡസ് 1/3 ഹാവ് അനദർ ഫോം വിത്ത് ഡിനോമിനേറ്റർ 10, 100, 1000? ഗിവ് റീസൺസ്. എന്താണ് 1/3 എന്ന് വരുന്നതിൽ 10 അതുപോലെ തന്നെ 100, 1000 എന്നിവ ഏതെങ്കിലും ഒരു ഡിനോമിനേറ്ററായിട്ട് വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 10ഉം 100ഉം 1000ഉം ആണ് അല്ലേ. ഇതിനെന്ത് ചെയ്യണം? ഇത് ഈ ഒരു 3യുടെ 1/3യിലെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം. ആണോ? അല്ല, 10 വരില്ല, 100 വരില്ല, 1000 വരില്ല. അപ്പം അതുകൊണ്ട് എന്താണ് ഇത് പറ്റില്ല. അപ്പം നമുക്ക് നോ എന്ന് എഴുതാം. ബിക്കോസ് എന്തുകൊണ്ടാണ്? these numbers are not multiplication of 3യുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല എന്നവിടെ എഴുതി കൊടുക്കുക. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ കൈൻഡ് ഓഫ് ഫ്രാക്ഷൻസ്. ഇനി അടുത്ത് പഠിക്കുന്നത് വേറെ കൈൻഡ് ഓഫ് ഫ്രാക്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇതെന്താണ്? ഡു വി ഫൈൻഡ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 2/3? 2/3 എന്നുള്ള ഫോംസിലാണ് പഠിക്കുന്നത്. ഇത് നോക്കൂ, ഒരു സർക്കിളിനെ നമ്മൾ 3 പാർട്സ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ ഒരു പാർട്സ് എന്ന് പറയുന്നത് എന്താണ്? 2. ഇതിലെ ഒരു പാർട്സ് അല്ലേ, 2 പാർട്സ് എന്ന് പറയുന്നത് 2/3 ആണ്. ഒരു പാർട്സിന് എന്ത് പറയും? 1/3 എന്ന് പറയും അല്ലേ. വി ഗെറ്റ് 2/3 ബൈ ഡിവൈഡിങ് ആൻ ഒബ്ജക്റ്റ് ഓർ മെഷർ ഇൻ ടു 3 ഈക്വൽ പാർട്സ് ആൻഡ് ടേക്കിംഗ് 2 ഓഫ് ദീസ്. അപ്പോൾ 2/3 എന്ന് പറയുന്നത് ഒരു മെഷർമെൻറ്റ്, ഒരു ഒബ്ജക്റ്റിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൻ്റെ 2 പാർട്സ് എടുക്കുമ്പോഴാണ് 2/3 ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1 മീറ്റർ എടുത്തിട്ടും ഇതേപോലെ കാണിച്ചിരിക്കുകയാണ്. ദെൻ വാട്ട് ഇഫ് യു ഡിവൈഡഡ് ഈച്ച് 3 ഈക്വൽ പാർട്സ് അഗെയിൻ ഇൻ ടു 2 ഈക്വൽ പാർട്സ്? ഈ 3 ഈക്വൽ പാർട്സിനെ വീണ്ടും എന്താണ് 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറും? അവിടെ 6 ഈക്വൽ പാർട്സ് ആയിട്ട് മാറും അല്ലേ. എന്നിട്ട് അതിൽ നിന്നും 4 ഭാഗങ്ങൾ എടുക്കുമ്പോൾ അത് 4/6 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ 2 × 3 = 6 equal parts in all, and the 2 large equal parts taking earlier now become 2 × 2 = 4 equal parts ആയിട്ട് മാറി. അപ്പോൾ 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ 2 × 3 ആയിട്ടാണ് വരുന്നത് അല്ലേ. അല്ലാതെ നേരത്തെ നമ്മൾ കണ്ട പോലെ 2 × 2 അല്ല വരുന്നത്. Then in other words, as the total number of equal parts is doubled, the number of parts taken is also doubled. അവിടെ എന്താണ്? നമ്മൾ എത്ര പാർട്സ് ആണോ കൂട്ടുന്നത് അത് ഡബിൾ ആവുന്നതിനോടൊപ്പം തന്നെ ഇതും ഡബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അഥവാ 3 × 3 എന്ന് പറഞ്ഞിട്ട് 9 ഈക്വൽ പാർട്സ് ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ the 2 equal parts taken first become 3 × 2 അഥവാ 6 ഈക്വൽ പാർട്സ് ആയിട്ട് അവിടെ മാറും. Then this is the total number of equal parts is triplet. The number of parts taken also triplet. അവിടെ എന്താണ്? 3 മടങ്ങായിട്ട് ട്രിപ്ലഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡബിൾഡ് അല്ല, ട്രിപ്പിൾ ആയിട്ടാണ് മാറുന്നത്. Thus in the all different forms of 2/3 the denominators are all multiplies of 3 and the numerator are 2 multiplied of the number by each 3 multiplies. അവിടെ എന്താ മാറുന്നത്? അവിടെ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മാറും. അതുപോലെ തന്നെ അവൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 3ൻ്റെ 2 ഗുണിച്ചിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. Then we can compute different forms of any fraction like this. In general we can say this. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? Multiply the numerator and denominator of a fraction by the same natural number gives a forms of same fraction. ഏതൊരു ഫ്രാക്ഷനെയും അതിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ടോ ന്യൂമറേറ്ററും ഒരേ എന്തായിരിക്കും? നമ്പേഴ്സ് ആയിരിക്കും, ഒരേ
സെയിം നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രാക്ഷൻ രൂപത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വർക്ക്സ് ഉണ്ട്, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. നൗ ക്യാൻ യു ഫിൽ അപ്പ് ദ ഫോളോയിങ് ടേബിൾ ബൈ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എ നമ്പർ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2/3 ആണ്. അതിനെന്താണ് 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും? 8 ഡിനോമിനേറ്റർ ആയിട്ട് വരും. എങ്ങനെയാണ് വരുന്നത്? ഇവിടുത്തെ ന്യൂമറേറ്റർ ഏതാണ്? 2 ആണല്ലേ, അതിനെ ഈ മൾട്ടിപ്ലൈ കൊണ്ടാണ് ചെയ്യുന്നത്. അഥവാ 4 × 2 × 4 ആണ് ചെയ്യുന്നത്. അപ്പോൾ 8 എന്ന് കിട്ടും. ഇനി ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 × 4 ചെയ്ത് നോക്കണം. 3 × 4 ആയിട്ട് 12 വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അത് 2/3 എന്ന് പറയുന്നത് 8/12 ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2/3 ആണ്. അതിന് നമ്മൾ 6 എന്ന് ഇതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ എത്ര ആയിട്ട് വരും? ഇവിടെ 2 ആണ് ന്യൂമറേറ്റർ. അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × 2 എന്ന് പറയുന്നത് 12 ആയിട്ട് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3നെ ഈ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 6 = 18 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ അനദർ ഫോം എന്ന് പറയുന്നത് എത്രയാണ്? 2/3യുടെ അനദർ ഫോം എന്ന് പറയുന്നത് 12/18 എന്ന് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3/4 ആണ്. 3/4നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് അവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 12നെ ഈ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12/4 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് 3 എന്ന് ഉത്തരം കിട്ടി അല്ലേ? 3 ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഓരോന്ന് അപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ന്യൂമറേറ്റർ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 3 ആണ്. അപ്പോൾ അതുകൊണ്ട് 3 × 3 ചെയ്ത് നോക്കുക. ഉത്തരം എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ന്യൂമറേറ്ററും കിട്ടി, ഡിനോമിനേറ്ററും കിട്ടി. ഇനി അനദർ ഫോംസ് എഴുതിയാൽ മതി. 3/4 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 9/12 തുല്യമാണ്. നെക്സ്റ്റ് വൺ 3/4 ആണ്. 3/4 എന്ന് പറയുന്നതിൻ്റെ ന്യൂമറേറ്റർ തന്നിട്ടുണ്ട്, 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഏതാണ്? അല്ല, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഏതാണ്? 3 ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 12/3 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എത്രയാണ്? മൾട്ടിപ്ലയർ 3 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 × 4 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ കിട്ടും 16. അപ്പോൾ അനദർ ഫോം ഏതാണ്? 3/4 = 12/16. ഓക്കെ, 16. ഇങ്ങനെയാണ് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വണ്, ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. എന്താണ്? ഇതേപോലെയുള്ള മറ്റൊരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. ക്യാൻ വി റൈറ്റ് ദ ഫ്രാക്ഷൻ 10/15 ഇൻ അനദർ ഫോംസ് വിത്ത് എ സ്മോളർ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇവിടെ 10/15 എന്ന ഫ്രാക്ഷനെ നോമിനേറ്ററും ഡിനോമിനേറ്ററും ചെറുതാക്കിയിട്ട് മറ്റൊരു രൂപത്തിൽ എഴുതണം. എങ്ങനെയാണ് എഴുതുക? ബോത്ത് 10 and 15 ഹാവ് ദ 5 ആസ് എ ഫാക്ടർ. ഇവിടെ 10നും 15നും വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 5 ആണ് അല്ലേ? രണ്ടിലും മൾട്ടിപ്ലൈ ചെയ്യുന്നത് 5 ആണ്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നും എടുക്കാം. ഇപ്പോൾ 10 എടുക്കുകയാണെങ്കിൽ 10നെ എങ്ങനെ ചെയ്യാം? 2 × 5 എന്ന് എഴുതാം. 2 × 5 = 10 ആണ്. 15 എടുക്കുകയാണെങ്കിൽ 3 × 5 എന്ന് എഴുതാം. സോ ഇൻ അതർ വേർഡ്സ് വി ഗെറ്റ് 10 and 15 ബൈ മൾട്ടിപ്ലൈങ് 2 × 3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ഈ 2ഉം അതുപോലെ തന്നെ ഇതിലെ കോമൺ ആയിട്ടുള്ള 3യും മറ്റേ 2 5 എന്ന് പറയുന്നത് ഫാക്ടറാണ്. ആ ഫാക്ടർ എഴുതണ്ട, ഇത് രണ്ടും കൂടെ എടുക്കാം. എന്നിട്ട് എങ്ങനെ എഴുതാം? നമുക്ക് 2/3 എന്ന ഫോംസിൽ നമുക്ക് എഴുതാം. അപ്പോൾ 10/15 എന്നതിൻ്റെ അനദർ സ്മോൾ ഫോമാണ് 2/3 എന്ന് പറയുന്നത്. ഹൗ ഡു വി റെഡ്യൂസ് 18/24 ലൈക്ക് ദിസ്? ഈ 18/24നെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുക? ഇതിൽ രണ്ടിനും കോമൺ ആയിട്ട് പോകുന്ന ഒന്നെന്ന് പറയുന്നത് ഏതാണ്? 2 ആണ് അല്ലേ? 2 എന്നുള്ള ഫാക്ടർ എടുക്കുക. അപ്പോൾ 18നെ നമുക്ക് 9 × 2 എന്ന് എഴുതാം. 24നെ 12 × 2 എന്നും എഴുതി കൊടുക്കാം. അപ്പോൾ എന്ത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും? 18/24 എന്ന് പറയുന്നത് 9/12 ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 9 and 12 ഹാവ് എ കോമൺ ഫാക്ടർ. ഇനി ഈ 9ഉം 12ഉം എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണ് അല്ലേ? കാരണം അത് കുറച്ച് വലിയ നമ്പറാണ്. അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? യെസ്, ഏതാണ്? 3 നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് 9 എന്ന് പറയുന്നത് എന്താണ്? 3 × 3 ആണ് 9 എന്ന് പറയുന്നത്. ദെൻ 12നെ നമുക്ക് എങ്ങനെ കിട്ടും? 12 എന്ന് പറയുന്നത് എത്രയാണ്? 4 ×
3 ആണ് 12 എന്ന് പറയുന്നത്. ഇനി ഇതിലെ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 3ഉം 4ഉമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3/4 എന്ന് പറയുന്നത് നമ്മുടെ 9/12 തുല്യമാണ്. അതുപോലെ തന്നെ 9/12 എന്ന് പറയുന്നത് 18/24 തുല്യമാണ്. ഇനി 3/4 ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഇല്ല. അതിൽ ഒന്നും നമുക്ക് ഫാക്ടർ ആയിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ സ്മോൾ ഫ്രാക്ഷൻ ആണെന്ന് പറയാം. ലൈക്ക് ദിസ്, ഇഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എനി ഫ്രാക്ഷൻ ഹാവ് എ കോമൺ ഫാക്ടർ, then we can remove this to get another form with smaller numerator and denominator. അപ്പോൾ അങ്ങനെ നമുക്ക് സ്മോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഹാവ് എ കോമൺ ഫാക്ടർ, then dividing them by this common factor gives a form of this factor. എന്താണ്? ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെറിയ സ്മോളർ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇൻ ദ സെക്കൻഡ് എക്സാമ്പിൾ above, we first divided the numerator and denominator of 18 divided by 24 by the common factor 2 and wrote is 9 divided by 12. അപ്പോൾ എന്ത് ചെയ്തു? 8 divided by 24നെ നമ്മൾ 2 എന്നുള്ള കോമൺ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 9 divided by 12 ആക്കി എഴുതി. ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും 3 കൊണ്ട് റെഡ്യൂസ് ചെയ്തിട്ട് 3 divided by 4 ആക്കിയിട്ട് എഴുതി. We can't make the numerator and denominator still smaller. Can we? Why? ഇനി നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ചെറുതായിട്ടുള്ളതൊന്നും എഴുതാൻ വേണ്ടി പറ്റില്ല, കാരണം അത് പോകുന്ന ഒരു കോമൺ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട്. സോ 3/4 ഈസ് ദ കോൾഡ് ദ ഫോം ഓഫ് 18 divided by 24 ഇൻ ലോവസ്റ്റ് ടേംസ്. ഇതിനെയാണ് നമ്മൾ ലോവസ്റ്റ് ടേംസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതുന്നതിനെയാണ്. Then in general, the form of a fraction in lowest terms is got by removing all common factor of the numerator and denominator by division. അപ്പോൾ ഡിവിഷനിലൂടെ എന്താണ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു കോമൺ ഫാക്ടർ കൊണ്ട് റിമൂവ് ചെയ്യുന്നതിനെയാണ്, ഡിവൈഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഇൻ ലോവസ്റ്റ് ടേംസ്. ഇവിടെ തന്നിട്ടുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യണം? ലോവസ്റ്റ് ടേംസിൽ എഴുതണം. ഫസ്റ്റ് എന്ന് പറയുന്നത് 32 divided by 64 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. ഫസ്റ്റ് വണ്ണാണ് 32 divided by 64. ഇനി ഈ 32 വരുന്നത് ഏതിലാണ്? നമ്മുടെ 8ൽ വരുന്നുണ്ട് അല്ലേ. 8ൽ എങ്ങനെയാണ് വരുന്നത്? 4 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്. അതുപോലെ തന്നെ 8 × 8 എന്ന് പറയുന്നത് 64ഉമാണ്. അപ്പോൾ അതിലെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി. എന്ത് കിട്ടി? 4ഉം 8ഉം കിട്ടി അല്ലേ. 4ഉം 8ഉം കിട്ടി. അപ്പോൾ അനദർ ഫോമായിട്ട് നമുക്ക് എഴുതാം 4 divided by 8 എന്ന് എഴുതി കൊടുക്കാം. ഇനി 4ഉം 8ഉം കൂടെ പോകുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? യെസ്, 4 ഉണ്ട് അല്ലേ. 1 × 4 = 4 ആണ്. 2 × 4 = 8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 divided by 2 എന്ന് കിട്ടി. 1/2 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോവസ്റ്റ് ഫോമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തത് നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വൺ ഏതാണ്? 27 divided by 81 ആണ് വരുന്നത് അല്ലേ. 27 divided by 81 എന്ന് വരുന്നുണ്ട്. ഇനി 27ഉം 81ഉം കൂടെ പോകുന്ന ഏതെങ്കിലും ഉണ്ടോ? 9ൻ്റെ ടേബിളുണ്ട് അല്ലേ. ഏതാണ്? 3 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 ആണ്. 9 × 9 എന്ന് പറഞ്ഞാൽ 81 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഫോംസ് ആയിട്ട് എന്ത് എഴുതാം? ഇത് രണ്ടും കൂടെ എഴുതാം അല്ലേ. അഥവാ 3/9 എന്ന് എഴുതി കൊടുക്കാം. ഇനി 3/9 പോകുന്ന ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഒരെണ്ണം ഉണ്ട്. 1/3 1 × 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതുപോലെ തന്നെ 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. നമുക്ക് അടുത്തത് കിട്ടിയതാണ് 1ഉം 3ഉം കിട്ടി. 1/3 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത ഫോം നമുക്ക് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തേതിലേക്ക് പോകാം. രണ്ടാമത്തെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ഫോംസിലേക്ക് കടക്കാം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഏതാണ്? 3 1 2 3 30 divided by 45 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ പോകുന്ന ഏതാണ്? നമുക്ക് അറിയാവുന്നത് 5 ആണല്ലേ. അഥവാ 6 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 5 എന്ന് പറഞ്ഞാൽ 30 ആണ്. അതുപോലെ തന്നെ 9 × 5 എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് 6ഉം 9ഉം കിട്ടി. 6 divided by 9 എന്ന് കിട്ടി. ഇനി 6ഉം 9ഉം കൂടെ പോകുന്ന ഒരെണ്ണം കൂടി ഉണ്ടല്ലേ. ഏതാണ്? 3 ആണല്ലേ. അഥവാ 1/3 എന്ന് പറയുന്നത് 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമുക്ക് അടുത്തത് കിട്ടിയതാണ് 2ഉം 3ഉം കിട്ടി. 2/3 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ അനദർ ഫോം ഉണ്ടോ? ഇല്ല. ഇത്രയും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അടുത്തത് നോക്കാം. നമുക്ക് നാലാമത്തേതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നാലാമത്തേത് 12 divided by 21 ആണ്. ഇവിടെ 12 പോകുന്നത് ഏതാണ്? 3യുടെ ടേബിളിൽ പോകുന്നുണ്ടല്ലേ. ഏതാ പോകുന്നത്?
4 ഇൻറ്റു 3 ഈക്വൽ ടു 12 ആണ്. 7 ഇൻറ്റു 3 ഈക്വൽ ടു 21 ആണ്. അപ്പോൾ നമുക്ക് ഏത് കിട്ടി? 4ഉം 7ഉം കിട്ടി. അടുത്തതെന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 7 ആണ്. ഇനി 4ഉം 7ഉം കൂടെ പോകുന്ന ഏതെങ്കിലും കോമൺ ഫാക്ടർ നിങ്ങൾക്ക് അറിയോ? ഇല്ല അല്ലേ? 4ഉം 7ഉം കൂടി പോകാനുള്ള ഒരു ചാൻസും ഇല്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എടുക്കാം. 5th വൺ എടുക്കാം. 5th വൺ എന്ന് പറയുന്നത് ഇതാണ്. 45 ഡിവൈഡഡ് ബൈ 54 ആണ് വരുന്നത്. അവിടെ 45 എന്ന് പറയുന്നതിൻ്റെ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത് 9 ആണ്. അഥവാ 5 ഇൻറ്റു 9 എന്ന് പറയുന്നത് 45 ആണ്. അതുപോലെ തന്നെ 6 ഇൻറ്റു 9 എന്ന് പറയുന്നത് 54 ആണ്. അപ്പോൾ നമുക്ക് അടുത്തത് കിട്ടി 5ഉം 6ഉം ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുത്തത് എഴുതാം 5 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതി കൊടുക്കാം. ഇനി 5ഉം 6ഉം കൂടെ പോകുന്ന ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല അല്ലേ? 5ഉം 6ഉം കൂടി പോകുന്ന ഒരു കോമൺ ഫാക്ടറും ഇല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോയാലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റൈസ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ ഫ്രാക്ഷൻ ആസ് ഡിവിഷൻ എന്നുള്ളതാണ്. ഇഫ് എ 2 meter പീസ് ഓഫ് റോപ്പ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ പീസ് വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഒരു 2 meter ഉള്ള ഒരു റോപ്പ് എടുത്തിട്ട് അതിനെന്താണ് 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ പീസും എത്രയുണ്ടെന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ 2 meter അല്ലേ, 2 meter ഉള്ള ഒരു റോപ്പ് എടുക്കുകയാണ്. അതിനെ 3 ഭാഗങ്ങളാണ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പീസാണ് ഉണ്ടായിരിക്കുക. ഇതിനെന്ത് ചെയ്യാണ്? 2 meter ഇതിനെ 1 2 3 3 ഈക്വൽ പാർട്ടാക്കിയിട്ട് മാറ്റുകയാണ്. ഇനി വാട്ട് വി ഹാവ് സീൻ ഇൻ ദ ക്ലാസ് 5 2/3 meter ദ സെക്ഷൻ ഫ്രാക്ഷൻ ഷെയർ ഓഫ് ദ ലെസൺ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 meter നീളമുള്ള ഒരു കയറായിട്ട് മാറുന്നത് അല്ലേ. 2 meter ഉള്ളതാണ് 2 meter നീളമുള്ള 3 ഭാഗങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? 6 ഭാഗങ്ങളായിട്ട് മാറും അല്ലേ. ഇത് 2 meter, ഇത് 2 meter, ഇത് 2 meter, അങ്ങനെയായി മാറും. അപ്പോൾ ഇത് മൊത്തം എത്രയാണ്? 6 meter ആണ്. അപ്പോൾ അതിൻ്റെ 3 ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 2 meter വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് ഉത്തരം നമുക്ക് കിട്ടും. വാട്ട് വി കട്ട് 6 meters ലോങ് റോപ്പ് ഇൻറ്റു 3 ഈക്വൽ പീസസ് ദിസ് വി കമ്പ്യൂട്ട് ആസ് എ ഡിവിഷൻ. ഇങ്ങനെ നമുക്ക് ഡിവിഷനിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. വി ഹാവ് സീൻ ഇൻ ക്ലാസ് 5 ദാറ്റ് ഈസ് 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 6 ഡിവൈഡഡ് ബൈ 3 എന്നതിനെ നമുക്ക് 6/3 എന്നാക്കിയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. 8 ഡിവൈഡഡ് ബൈ 2നെ 4 ആണല്ലേ. അപ്പോൾ 8/2 ഈക്വൽ ടു 4 എന്നാക്കി എഴുതാം. അതുപോലെ തന്നെ 50 ഡിവൈഡഡ് ബൈ 3നെ 5/3 ഈക്വൽ ടു 5 ആക്കിയിട്ട് എഴുതാം. 30 ഡിവൈഡ് ബൈ 10നെ നമുക്ക് ഇതേപോലെ 30 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 3 എന്നുള്ള ഈ ഫോംസിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഇതിനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിൻസ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ 1 ഗിവ്സ് ദ നമ്പർ ഇറ്റ് സെൽഫ് വി ക്യാൻ റൈറ്റ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആസ് ഫ്രാക്ഷൻ. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പറിനെയും നമുക്ക് എന്താക്കിയിട്ട് എഴുതാം? ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. ഇപ്പോൾ 1 എന്നതിനെ നമുക്ക് എന്ത് എഴുതാം? 1/1 ആക്കി എഴുതാം. 2നെ 2/1 ആക്കി എഴുതാം. 3നെ 3/1 ആക്കി എഴുതാം. അപ്പോൾ ഏത് നമ്പറിനെയും നാച്ചുറൽ നമ്പറിനെയും നമുക്ക് ഡിവിഷൻ ആക്കി എഴുതാൻ വേണ്ടി പറ്റുമെന്ന് അർത്ഥം. ദിസ് റൈസസ് എ ക്വസ്റ്റ്യൻ ഇൻ ഫ്രാക്ഷൻ റിട്ടൺ ആസ് ഡിവിഷൻസ് ഓൾസോ ക്യാൻ വി റിമൂവ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അവിടെ എന്തൊക്കെയാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്? കോമൺ നമ്പർ മുകളിലും അതുപോലെ തന്നെ എന്താണ് താഴെ എപ്പോഴും 1 ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ നോക്കാം. ദിസ് 2 ക്യാൻ ബി ഡൺ ആസ് വി സീൻ ഇൻ ദ ക്ലാസ് 5. ഇത് ക്ലാസ് 5ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 12ന് നമ്മൾ 6 ഇൻറ്റു 2 എന്ന് എഴുതും അല്ലേ. അതുപോലെ തന്നെ 6നെ നമ്മൾ എന്ത് എഴുതും? 3 ഇൻറ്റു 2 എന്നും എഴുതും. ദെൻ വി ക്യാൻ റിമൂവ് ദ കോമൺ ഫാക്ടർ 2 ആൻഡ് ഡു ദ ഡിവിഷൻസ് ആസ് 12 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ദിസ് കമ്പ്യൂട്ടേഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഫ്രാക്ഷൻ. ഇത് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. സോ നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഫ്രാക്ഷൻ ഇൻ വേരിയസ് വേസ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് ഒരുപാട് തരത്തിൽ ഇതുപോലെ എഴുതാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ 3 cakes ആർ ഡിവൈഡഡ് ഈക്വൽ ബിറ്റ്വീൻ 2 children. Each gets a full cake and half
a cake. That is 1 plus 1 by 2 equal to 1.5 cake. This also we can write as a fraction. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ്, ഒരു 3 കേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. 2 കുട്ടികൾക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കേക്ക് കൊടുത്തു, ഒരു കുട്ടിക്ക് ഒരു കേക്ക് കൊടുത്തു, പിന്നെ ഒരു കേക്ക് ബാലൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കേക്കിന് എന്ത് ചെയ്തു, ഹാഫ് ആൻഡ് ഹാഫ് ആക്കിയിട്ട് പകുതി ഇവിടെയും ആയിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ആകെ കിട്ടിയിട്ടുള്ളത് 1 പിന്നെ ഒരു ഹാഫും ആയിരിക്കും, അഥവാ 1ഉം 1/2 അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, 1ഉം 1/2 എന്ന രീതിയിൽ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ 3/2 എന്ന രീതിയിലും നമുക്കിതിനെ എഴുതാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഇൻ സച്ച് ഫ്രാക്ഷൻ ഓൾസോ ക്യാൻ ബി റിമൂവ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഈ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, കുറച്ച് സാധനങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 16 കേക്കാണുള്ളത്, 4 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ 4 കുട്ടികൾക്ക് ഈ കുട്ടികൾക്ക് ഇത് കൊടുത്തു. പിന്നെയും ഇത് 2 പ്രാവശ്യം കൊടുത്തു, അല്ലെ 1 പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പോൾ ഇതും ബാലൻസ് ആണ്, 2 എണ്ണം ബാലൻസ് ആയിട്ട് വരും 4 പേർക്ക് 6 കേക്ക് വീതം കൊടുക്കുമ്പോൾ. അപ്പോൾ ഈ ബാലൻസ് പിന്നെയും നമ്മൾ കട്ട് ചെയ്യണം അല്ലേ, എന്നാലേ അത് ഈക്വൽ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ 4 ഗ്രൂപ്പുകൾ 4 പേരാക്കിയിട്ട് 4 പേർക്ക് ഇത് കൊടുക്കാൻ 2 കേക്ക് ലെഫ്റ്റ് ആണെന്ന് മനസ്സിലാവും. ഈ 2 കേക്കിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് വീണ്ടും കട്ട് ചെയ്യണം. ഓക്കെ, ഇതിന് ഹാഫ് ആൻഡ് ഹാഫ് ആക്കുക, എന്നിട്ട് ഈ ഹാഫ് കൊടുക്കുക, ഈ ഹാഫ് ഇവിടെ കൊടുക്കുക, ഈ ഹാഫ് ഇവിടെ കൊടുക്കുക, ഈ ഹാഫ് ഇവിടെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പോൾ എത്ര കിട്ടി, 1.5 ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടി എന്ന് നമുക്ക് മനസ്സിലായി. ഇഫ് ദീസ് പീസസ് ആർ ഓൾസോ ഡിസ്ട്രിബ്യൂട്ടഡ് 1 to each, then what each gets together all together is 1.5 cake. അപ്പോൾ എല്ലാവർക്കും ടുഗെദർ 1.5 കേക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. ദിസ് ക്യാൻ ബി ഡൺ ഇൻ അതർ വേ. ഇത് നമുക്ക് വേറെ വഴിയിലൂടെയും ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യാൻ, 2 divided by 6 cakes between 4 children. We can split the kids into 2 set of 2 and give the 3 cakes each set. നമുക്ക് ഇതിനെന്ത് ചെയ്യാം, 2 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആക്കാം, എന്നിട്ട് ഓരോ ഗ്രൂപ്പിലും 3 കേക്ക്സ് വീതം കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് എന്താണ്, 2 പേര് ഒരെണ്ണം എടുത്തു, എന്നിട്ട് ബാക്കിയുള്ള ഒരെണ്ണത്തിനെ ഹാഫ് ആക്കിയിട്ട് 2 പേരും ഈക്വൽ ആയിട്ട് എടുക്കും. അപ്പോഴും അവിടെ കിട്ടുന്നത് എന്ത് തന്നെയാണ്, 1.5 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 4 കുട്ടികളാണ്, 6 കേക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 3 കേക്ക് അല്ലേ ഭാഗങ്ങളാക്കി 2 പേർക്ക് 3 ആക്കിയിട്ട് കൊടുക്കാം. ഇനി അതിനെ നമ്മൾ വീണ്ടും 1.5 ആക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈക്വൽ ഫോംസ് ആയിട്ടുള്ള കാര്യമാണ്. The next one, let's look the another problem. ഇനി another ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. If 33 liters of milk is divided equally between 12 person, how much would each get? ഇപ്പോൾ 33 ലിറ്റർ പാലുണ്ടെന്ന് വിചാരിക്കുക, അത് 12 പേർക്ക് നമ്മൾ കൊടുത്തു, ഈക്വൽ ആക്കിയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ 11 into 3 എന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 33 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇതിനെ എന്താണ്, ആകെ 12 persons ആണുള്ളത് അല്ലേ. അപ്പോൾ 12 persons ആണെങ്കിൽ 4 into 3 എന്നുള്ള ഇതിലായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ദെൻ split the 12 person into 3 groups and give 11 liters into each group. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 3 ഗ്രൂപ്പ് ആക്കുക. ഈ 12 പേരുള്ളതിനെ 4 പേരടങ്ങുന്ന 3 ഗ്രൂപ്പ് ആക്കുക. ഓരോ ഗ്രൂപ്പിനും 11 ലിറ്റർ വീതം കൊടുക്കുക. എന്നിട്ട് ഈ 11 ലിറ്ററിന് എങ്ങനെയാവും അവർ ചെയ്യുന്നുണ്ടാവുക എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 11 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്തു, 4 ഗ്രൂപ്പ്സിന് ഈക്വൽ ആയിട്ട് കൊടുത്തു. അപ്പോൾ ഈ 11 എണ്ണത്തിന് 4 മെമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം 2 into 4 എന്ന് പറയുന്നത് എത്രയാണ്, 8 ആണ്. പിന്നെ ബാലൻസ് ഉള്ളത് 3 ആണല്ലേ. അപ്പോൾ ആദ്യം എല്ലാവർക്കും 2 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, 2 ലിറ്റേഴ്സ് കൊടുക്കും, ബാക്കി ബാലൻസ് 3 എന്നുള്ളത് വരും. ഇനി ഈ 3നെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും, 3നെ 4 ഭാഗങ്ങളാക്കിയിട്ട് 3/4 ആക്കിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഫോമാണ്. 33 divided by 12 എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യണം, 11 divided by 4 ആക്കണം. പിന്നെ അതിനെ 2 and 3 divided by 4 ആക്കിയിട്ട് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ലിറ്റേഴ്സ് ആണ് അവർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇഫ് ജനറൽ വി ആർ റിമൂവ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ഈ ഫ്രാക്ഷൻ, ദെൻ വി ഗെറ്റ് അനദർ ഫോം ഓഫ് ദ സെയിം ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറ്റുക, എന്നിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെയിം ഫ്രാക്ഷൻ ആയിട്ട് കിട്ടും. ദെൻ റൈറ്റ് ഇൻ ദ ഡിവിഷൻസ് ആൻഡ് ഇറ്റ് റിമൈൻസ് ദ ഫ്രാക്ഷൻ ആസ് വി ക്യാൻ റിമൂവ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അതിനുശേഷം എന്ത് ചെയ്യണം, അതിൽ നിന്നും കോമൺ ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട് നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 20 liters of water is used to fill 8 identical bottles. How much liters of water is there in each bottle? 20 ലിറ്റർ വെള്ളം ഒരുപോലെയുള്ള ഒരു 8 ബോട്ടുകളിലാണ് ആക്കുന്നത്. അപ്പോൾ ഓരോ കുപ്പിയിലും എത്ര വെള്ളം കൊള്ളും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയാണ് കൂട്ടുകാരെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെ 20 അല്ലേ, 20 ലിറ്റേഴ്സ് ആണുള്ളത്, 8 ബോട്ടിൽസ് ആണുള്ളത്. അപ്പോൾ എന്താണ് ഇതിന് 20 എന്ന് വരുന്ന കോമൺ ആയിട്ട് വരുന്നത് ഏതിലാണ്? 4ൽ വരുന്നുണ്ട് അല്ലേ. അഥവാ 5 × 4 = 20 ആണ്. അതുപോലെ തന്നെ 2 × 4 എന്ന് പറയുന്നതും 8 ആണ്. അപ്പോൾ നമ്മളിതിലെ കോമൺ ആയിട്ടുള്ള 4ഉം കട്ട് ചെയ്ത് കളയുക. ബാക്കി വരുന്നത് 5 / 2 എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 5നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 2 കിട്ടും, ബാക്കി 4, ബാക്കി 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിനെ നമുക്ക് ഈ 2 എന്നുള്ള 2 ലിറ്ററും അതുപോലെ തന്നെ 1/2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ബോട്ടിലും വെള്ളം നിറക്കാൻ വേണ്ടി പറ്റും. 2.5 ലിറ്റർ വീതം 20 കുപ്പികളിൽ 8 ബോട്ടിലുകളിൽ നിറച്ച് കഴിഞ്ഞാൽ 20 ലിറ്റർ വെള്ളം കഴിയുന്നതാണ്. നെക്സ്റ്റ് വൺ, എ റോപ്പ് ഓഫ് ലെങ്ത് 140 സെൻറ്റിമീറ്റേഴ്സ് ഈസ് കട്ട് ഇൻ ടു 16 ഈക്വൽ പീസസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? എന്താണ്? ഒരു 140 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറെടുത്തിട്ട് അതിനെ 16 ഈക്വൽ പീസസ് ആക്കി കട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പീസിൻ്റെയും നീളം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് രണ്ടാമതായിട്ട് എഴുതി നോക്കാം. രണ്ടാമത്തെ ആൻസർ ആണ് ഇവിടെ തന്നെ എഴുതാം. എന്താണ്? 140 ആണുള്ളത് അല്ലേ. അതിനെ 16 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും വരുന്ന കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. 14 എന്ന് പറയുന്നത് 2 × 7 ആണ്. അതുപോലെ തന്നെ 16 എന്ന് പറയുന്നത് 2 × 8 ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2ഉം കട്ട് ചെയ്ത് കളയണം. ബാക്കി വരുന്നത് 70 / 80 എന്നുള്ളതാണ്. ഇനി ഈ 70യെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 70 എന്ന് പറയുന്നത് 35 × 2 ആണ് അല്ലേ. 70 എന്ന് പറയുന്നത് 80 എന്ന് പറയുന്നതോ 40 × 2 ആണ്. വീണ്ടും നമ്മൾ ഈ 2ഉം കൂടെ കട്ട് ചെയ്ത് കളയുക. പിന്നെയും ഇത് ചെറുതാവും. അപ്പോൾ 35 / 40 ആയിട്ട് വരും. സോറി 8 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 40 വരില്ല, 4 ആയിട്ട് മാറും. ഓക്കെ, 4 ആയിട്ട് മാറും. അപ്പോൾ 35 / 4 ആണല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. 35 / 4 ചെയ്ത് നോക്കുക. 35ൽ 8 ടൈംസ് വരും, 32 ആണ്. ബാക്കി ബാലൻസ് 3 എന്ന് വരും. അപ്പോൾ എത്രയാണ്? ഓരോന്നും 8ഉം അതുപോലെ തന്നെ 3/4 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലേ? ക്ലിയർ അല്ലേ? അവിടെ ആ ഒരു 8 വന്നതുകൊണ്ടാണ് ചെറിയ കൺഫ്യൂഷൻ വന്നത്. ടേപ്പ് എഴുതിയപ്പോൾ മിസ്റ്റേക്ക് ആയതാ കേട്ടോ. Next one, if 250 kilograms of rice is divided equally among 50 people, how much kilograms of rice would each get? അഥവാ 215 കിലോഗ്രാം അരി 15 പേർക്ക് ഒരുപോലെ കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും കൂട്ടുകാരെ കിട്ടുന്നത്? ആകെയുള്ളത് 215 ആണ്. എത്ര പേർക്ക് കൊടുക്കണം? 15 പേർക്ക് നമ്മൾ കൊടുക്കുകയും വേണം. ഇനി ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് തോന്നുന്നത് ഏതാണ്? ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് കോമൺ ആയിട്ട് വരുന്നത്? നമുക്ക് ഇത് ഉപയോഗിക്കാം അല്ലേ. ഇത് 5 ഉപയോഗിക്കാം അല്ലേ. 5. അപ്പോൾ 215 എന്ന് പറയുന്നത് എത്ര 5 ചേരുമ്പോഴാണ്? 43 ചേരുമ്പോഴാണ്. ഓക്കെ, 43 × 5 ആണ് 215 എന്ന് വരുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ 215 നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 21ൽ വരുന്നത് 4 ടൈംസ് വരും, 20 ആണ്. ബാക്കി ബാലൻസ് 15ൽ വരുന്നത് എത്രയാണ്? 3 ടൈംസ് ആണ് അല്ലേ. അപ്പോൾ 43 എന്ന് കിട്ടും. അതുപോലെ 15 നമുക്കറിയാം എത്ര പ്രാവശ്യം വരുന്നത്? 5 എന്ന് പറയുന്നത് 3 ടൈംസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ താഴെ നമുക്ക് എന്ത് എഴുതി കൊടുക്കണം? 3 എന്ന് എഴുതി കൊടുക്കണം. ദെൻ 3 എന്ന് വരും. 3 × 5. ഇനി 5ഉം കൂടെ വെട്ടിക്കളയുക. പിന്നെ വരുന്നത് 43 / 3 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 43നെ 3 കൊണ്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. 43 / 3 എത്ര വരും? 4ൽ 1 ടൈം വരും. 3 ആണ്. 1 3. 13ൽ എത്ര പ്രാവശ്യം വരും? 14 വരും. 12 ആണ്. ബാലൻസ് എന്ന് പറയുന്നത് റിമൈൻഡർ ബാക്കി 1 ആണ്. അപ്പോൾ എത്ര വരും ഇത് ടോട്ടൽ? നമുക്ക് ഓരോരുത്തർക്കും 3ഉം അതുപോലെ തന്നെ എത്ര വരും? 14ഉം അതുപോലെ 1/3 kg ആണ് ഓരോരുത്തർക്ക് അരി കൊടുക്കേണ്ടത്. ഓക്കെ, 14 1/3 kg കൊടുക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗം കഴിഞ്ഞു. ഇതിലെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ എക്സ്പ്ലനേഷനും നമ്മൾ ചെയ്തു. വീഡിയോ കുറച്ച് ലെങ്തി ആണ്. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3rd ചാപ്റ്റർ വോളിയം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.